ദർ ആർ കൺട്രീസ്, ഇപ്പം സിംഗപ്പൂറോ അല്ലെങ്കിൽ അയർലൻഡോ മൗറീഷ്യസോ ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് ചിലപ്പോൾ ടാക്സ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം, ടാക്സ് കുറയ്ക്കാൻ പറ്റിയേക്കാം. പക്ഷെ ദെൻ ഐ തിങ്ക് ഇന്ത്യയിലുള്ള മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയോ ടാലൻറ്റോ ഈ സ്ഥലങ്ങളിലൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. സോ ഇറ്റ്സ് എ പ്രോ ആൻഡ് കോൺ, യു ഹാവ് ടു വെയ്. എനിക്ക് ദുബൈ പോയൊരു ബിസിനസ് തുടങ്ങാം, ആരും വേണ്ടെന്ന് പറയുന്നില്ല. ദുബൈയിൽ നിന്ന് പൈസ പുറത്തേക്ക് കൊണ്ടുവരാനും അകത്തേക്ക് കൊണ്ടുവരാനും ഒക്കെ വളരെ എളുപ്പമാണ്. റിപ്പാട്രിയേഷൻ ഓഫ് ഫണ്ട്സ് ഇസ് വെരി ഈസി ഇൻ ദുബായ്. ഡു ഐ ഗെറ്റ് ദ സെയിം ടാലൻറ്റ് ഇൻ ദുബായ്? സംടൈംസ് നോട്ട്, റൈറ്റ്? ഐ മീൻ ഒരു ഹൈ എൻഡ് നോളജ് വർക്കർ ലൈക്ക് ലൈഫ് സയൻസ് PhDs 10 പേരെ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ദുബൈയിൽ കിട്ടാൻ പാടാണ്. അപ്പോൾ ആ അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യ കൊടുക്കുന്നത്, അല്ലെ കേരളം സ്പെസിഫിക്കലി കൊടുക്കുന്നത്, ബിക്കോസ് ഓഫ് ദി എഡ്യൂക്കേഷണൽ സിസ്റ്റം ദാറ്റ് വി ഹാവ്. ഗിവ് ആൻഡ് ടേക്ക്. ഈ പരാതി പറയുന്ന ഒരാൾ, ഇപ്പം ഞാൻ പരാതി പറയുന്നവരോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദുബൈ പോയി ചെയ്യൂ. അതെ, ഈ ടാക്സ് പ്രശ്നങ്ങളില്ലല്ലോ. ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ദുബൈ പോയി ചെയ്യും. അല്ലാതെ എന്താ പറയുന്നത്? ഇപ്പം നമുക്കൊരു ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജോലി രാജിവെക്കും, അല്ലേ? എന്ന് പറയുന്ന പോലെയല്ലേ ഉള്ളൂ. നമുക്കിവിടെ ഇഷ്ടപ്പെടുന്നില്ല, ഇത് നടക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെയാണോ നടക്കുന്നത് അവിടെ. കാരണം നോബഡി ഈസ് ടൈയിങ് ഓൺടർപ്രണർ ടു എ പ്ലേസ്, അല്ലേ? ഞാനൊരു സംരംഭകനാണെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എന്നെ മാടി വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ സംരംഭകനെയും ഇവിടെ നിർത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി അവർ ചെയ്യും, എല്ലാ സർക്കാരുകളും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം.